ഹലോ ഫ്ലൈവീലേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ടയിലാണ്. അജ്മി ഫ്ലോർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലുള്ളത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെഹിക്കിൾ റിവ്യൂ ചെയ്യാനാണ്. ആ സ്പെഷ്യൽ വെഹിക്കിളാണ് ഇത്. ഭാരത് ബെൻസിൻ്റെ 3723 എന്ന് പറയുന്ന മൾട്ടി ആക്സിൽ, അതായത് 5 ആക്സിലോട് കൂടിയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ട്രക്കാണ്. 10x2 കോൺഫിഗറേഷൻ വരുന്ന ട്രക്കാണിത്. ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. വെൽക്കം ടു ഫ്ലൈവീൽ. വീണ്ടും ഒരു ട്രക്കുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇത്തവണ നമ്മുടെ ഭാരത് ബെൻസ് ആണ്. ഭാരത് ബെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഡാംലർ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ഡാംലർ എന്ന വേൾഡിലെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചേഴ്സാണ്, ട്രക്ക് മാനുഫാക്ചേഴ്സുമാണ്. അവിടെ ഇന്ത്യൻ പതിപ്പാണ് ഡാംലർ ഇന്ത്യ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറഞ്ഞ DICV ഇന്ത്യയിലേക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ബ്രാൻഡാണ് ഭാരത് ബെൻസ്. അപ്പോൾ ഭാരത് ബെൻസിൻ്റെ പല ടൈപ്പ് ട്രക്കുണ്ട്. അതിൽ HD എന്ന് പറയുന്ന ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വിടുന്ന ട്രക്കാണിത്. ഇതിൽ തന്നെ 3723 എന്ന് പറയുമ്പോൾ 37 ടൺ കപ്പാസിറ്റി ഉള്ള ട്രക്കാണ്. 23 എന്ന് പറഞ്ഞാൽ 230 HP പവറുള്ള എഞ്ചിനുമാണ്. അപ്പോൾ ഈ ഒരു ട്രക്ക് എന്ന് പറയുന്നത് ഒരു മൾട്ടി ആക്സിലാണ്. 5 ആക്സിലോട് കൂടിയിട്ട് വരുന്നത്. 5 ആക്സിലിൽ മുമ്പിൽ 2 ആക്സിൽ വരുന്നുണ്ട്. ആ മുന്നിൽ 2 ആക്സിലും സ്റ്റിയറബിൾ ആണ്. രണ്ടും സ്റ്റിയർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള. ബാക്കിൽ 3 ആക്സിലിൽ 1 ഡ്രൈവ് ആക്സിലും 2 ഡെഡ് ആക്സിൽ, 1 അതിൽ സിംഗിൾ ആക്സിലായിട്ട് നിൽക്കുന്ന, സിംഗിൾ ടയറായി നിൽക്കുന്ന, അതിൽ സിംഗിൾ ആക്സിലായി നിൽക്കുന്ന ആക്സിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ലോഡ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ലോഡ് ഉണ്ടെങ്കിൽ താവുകയും എല്ലാത്തും പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ളതാണ് ആ സിസ്റ്റം. പിന്നെ അതല്ലെങ്കിൽ മാനുവലി നമുക്ക് ഇവിടെ ബട്ടണിൽ ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ വന്നിരിക്കുന്നതാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 8 സ്പീഡിൽ പ്ലസ് 1 ക്രോൾ ഗിയർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ഗിയർ ഉണ്ട്. നമ്മൾ മുമ്പ് പ്രൈമയുടെ എപ്പിസോഡിൽ ഞാൻ ഈ ഗിയറിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. സിമിലർ സിസ്റ്റം തന്നെ അതിലുള്ള. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് നിങ്ങൾ ലിങ്കിൽ ചെക്ക് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ടിപ്പറായിരുന്നു, പക്ഷേ ഇത് റിജിഡാണ്. റിജിഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ലോഡ് ബോഡിയോട് കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ അജ്മി ഫുഡ് പ്രോഡക്ട്സിൻ്റെ ട്രക്കാണിത്. ഇവരുടെ മെയിൻ ഒരു ബിസിനസ് എന്ന് പറയുന്നത് റൈസ് ഫ്ലോർ, അതായത് പുട്ടുപൊടി, മറ്റുള്ള പലഹാരങ്ങൾക്കുള്ള പൊടിയെല്ലാം നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ കറി പൗഡറുണ്ട്. ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രക്കാണ്. അപ്പോൾ 2 രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിനിഷ് പ്രോഡക്ട്സ്, അതായത് മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂഷന് ചെയ്യുന്ന ട്രക്ക് പ്രോഡക്ട്സ് എല്ലാം കൊണ്ടുപോകാനും, അതുപോലെ തന്നെ അതിനുള്ള റോ മെറ്റീരിയലായിട്ടുള്ള അരിയെല്ലാം കൊണ്ടുവരാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി ഈ ഒരു പെർട്ടിക്കുലർ ട്രക്ക് യൂസ് ചെയ്യാറുള്ളത് നോർത്ത് കേരള മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ്. അപ്പം ആ ഒരു ലോങ് ജേർണിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് ഈ ട്രക്കിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറായിട്ടുള്ള ഷർഫുഖാനോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് 3.5 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ടെന്നുള്ള. 3.5 കിലോമീറ്റർ നല്ലൊരു മൈലേജാണ്. പിന്നെ ഇതിന് ഓണേഴ്സിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് പറയുന്നത് മറ്റുള്ള ബ്രാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഒരു ഡ്രൈവർ സാറ്റിസ്ഫാക്ഷനും, അതുപോലെ തന്നെ ഒരു ബെറ്റർ ടണ്ണേജും കിട്ടുന്നുണ്ട്. ബെറ്റർ ട്രിപ്സ് അടിക്കാനും പറ്റുന്നുള്ളതാണ്. അതായത് സാധാരണ ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ബിസിനസ്സാണ് മാറ്റർ ചെയ്യുന്നത്. ഒരു ട്രക്ക് ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം ബിസിനസ് ചെയ്യാൻ പറ്റും, അത് മാക്സിമം ലോഡ് എടുക്കാൻ പറ്റും, മാക്സിമം ലോഡ് കവർ ചെയ്യാൻ പറ്റുന്നതാണ് ട്രക്കിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ കാര്യം. അതായത് മാക്സിമം ഡൗൺ ടൈം കുറയ്ക്കാമെന്ന് പറയും. ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ വണ്ടി ഓടാതിരിക്കുന്ന ഒരു സമയം, അത് കുറയാണ് ഏറ്റവും അധികം വേണ്ടതെന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഭാരത് ബെൻസിൻ്റെ ട്രക്കെല്ലാം വരുമ്പം മാക്സിമം ഡൗൺ ടൈം കുറഞ്ഞിട്ടുള്ള ഒരു സർവീസാണ് നൽകുന്നത്. ഇതിപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. യൂസർ എക്സ്പീരിയൻസിൽ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ട്രക്കിൻ്റെ ഒരു റിലയബിലിറ്റിയും അതുപോലെ തന്നെ എത്രത്തോളം എക്കണോമിക്കലായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനി ഞാൻ ഒരു ട്രക്ക് എന്തൂസിയാസ് എന്ന രീതിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ട്രക്ക് ഓടിക്കാൻ എപ്പോഴും ഭയങ്കര രസമാണ്. എസ്പെഷ്യലി അതൊരു ഹെവി ട്രക്ക് ആണെങ്കിൽ കൂടുതൽ രസമാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൾട്ടി ആക്സിൽ ട്രക്കാണ്, ചെറിയ റോഡാണ്. ഇപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട അതുപോലെ തന്നെ തൊടുപുഴ പോകുന്ന റൂട്ടിലുള്ളത്. ഭയങ്കര വീതിയുള്ള റോഡൊന്നുമില്ല. പക്ഷേ ഈ ഒരു മൾട്ടി ആക്സിൽ ആയതുകൊണ്ടും ഫ്രണ്ടിൽ 2 സ്റ്റിയറബിൾ ആക്സിലായതുകൊണ്ട് ഈ ട്വിസ്റ്റി റോഡിലെല്ലാം എനിക്ക് വളരെ കംഫർട്ടബിളി ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഡ്രൈവേഴ്സിന് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ്സാണ്. ഫോർവേഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ റിക്ലൈനും അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിയറിങ്ങും ടെലിസ്കോപ്പിക്കും അതുപോലെ തന്നെ ടിൽറ്റിംഗ് ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ AC ക്യാബിനാണ്. AC വളരെ എഫക്റ്റീവാണ്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള ട്രക്കും ബാക്കിൽ ലോഡ് ബോഡിയും കൂടെ ആകുമ്പോൾ റിവേഴ്സെല്ലാം നോക്കണമെങ്കിൽ സുഖമാണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും വളരെ സ്മൂത്താണ്. ഇപ്പോൾ ഞാൻ ഈ ട്വിസ്റ്റി റോഡിലെല്ലാം ഓടിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ശരിക്കും ഓടിക്കാൻ പറ്റുന്നുണ്ട്.
വെറുതെ പറയുന്നതല്ല, ശരിക്കും സ്മൂത്തായിട്ട് ഓടിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ലോഡ് ഇല്ലാതാണ് ഇപ്പോൾ ഓടിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഓൾറെഡി ലോഡ് വരുന്നുണ്ട്. ഏകദേശം 12 ടണ്ണ് ബോഡി വെയിറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പേലോഡ് പറഞ്ഞാൽ 30 ടണ്ണാണ് കപ്പാസിറ്റി. ഇപ്പോൾ ബേസിക്കലി 37 ആണെങ്കിലും ഇപ്പോഴത്തെ പെർമിറ്റ് വെച്ച് 42 ടണ്ണ് വരെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് പറയാം. അതായത് വണ്ടിയിൽ മാക്സിമം കയറ്റാവുന്ന വെയിറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റും കൂടി ചേരുമ്പോഴുള്ള ഒരു ടണ്ണേജാണ് അത്. 42 ടണ്ണ് വരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്മൂത്തായിട്ട് പോകുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്, ഇത്രയും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഓടിക്കുമ്പം കുറേ കൂടെ ഇക്കണോമി കൂടും, ബേസിക്കലി മൈലേജ് കൂടും. പിന്നെ ഇതിലുള്ള കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ എഞ്ചിൻ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ലോഡെല്ലോ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് ശരിക്കും ബ്രേക്കിംഗ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്രേക്കിൻ്റെ വെയർ ആൻഡ് ടയർ കുറയ്ക്കാം, എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞൊരു ആക്സിൽ ലിഫ്റ്റ് ചെയ്യുമ്പം ടയറിൻ്റെ വെയർ ആൻഡ് ടയർ കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം പുറമെ ഇതിൽ ഒരു ക്രോൾ ഗിയർ വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഗിയറായിട്ട് നിൽക്കുന്നത്. ലോഡ് കൂടുന്ന സമയത്ത് അത് ഇട്ടിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാലാണ് ബാക്കി 8 ഗിയർ വരുന്നത്. അപ്പോൾ ആക്ച്വലി 9 ഗിയർ വരുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതിലൊരു ലോ റേഷ്യോ ആണ്. ലോ റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിഫ് ലോക്ക് പോലെ ഇവിടെ ഒരു ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒറ്റ ഡ്രൈവ് ആക്സിലുള്ളൂ. അപ്പോൾ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പിടിക്കുന്ന രീതിയിൽ 2 ഡിഫും കൂടെ ലോക്കായി ലോ റേഷ്യോയിലേക്ക് പോയി കുറേ കൂടെ ഈസിലി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. എസ്പെഷ്യലി ഞാൻ നേരത്തെ കമ്പനിയുടെ ഫ്രണ്ടിലൊക്കെ ഞാൻ റിവേഴ്സ് ചെയ്ത് കയറ്റുമ്പോൾ അത് എൻഗേജ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ ഒരു ആർട്ടിക്കുലേഷനിൽ കയറാൻ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രക്ക് ഓടിക്കുമ്പോഴുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലുക്സ് എങ്ങനെയുണ്ട് നോക്കാം. കാരണം ഈ ഒരു ട്രക്കിന് ഞാൻ കണ്ടെടുത്തോളം ഒരു ബ്രാൻഡിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. നല്ല റെഡ് കളറും അതുപോലെ തന്നെ അജ്മീനിലെ ലോഗോ എല്ലാം കൊടുത്തെല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. സോ അതെല്ലാം കൂടെ നോക്കാം, എങ്ങനെയുണ്ട് ഡിസൈൻ എന്നുള്ളതെല്ലാം നോക്കാം. സോ നമുക്ക് ഒന്ന് പാർക്ക് ചെയ്തിട്ട് അത് നോക്കാം. ഡിസൈനെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്താണെന്നുള്ളത് നോക്കാം. ബാരഡ് ബെൻസിൻ്റെ HDNI ക്യാബിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെർസിഡീസ് ബെൻസിൻ്റെ ആക്സോർ എന്ന് പറയുന്നൊരു മോഡലുണ്ട്. അതിപ്പം മാർക്കറ്റിലില്ല, നേരത്തെ ഉണ്ടായിരുന്ന മോഡലാണ്. പല മാർക്കറ്റിലും ഇപ്പോഴും ആക്സോർ നിലവിലുണ്ട്. ഇപ്പം ആഫ്രിക്കൻ മാർക്കറ്റിലുള്ള ഒരു വണ്ടിയാണ് ആക്സോർ. ആക്സോറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാബിനാണിത്. ആക്സോറിൽ തന്നെ പല ടൈപ്പ് ഓഫ് ക്യാബിൻസ് വന്നിട്ടുണ്ട്. ഇത് സ്ലീപ്പർ ക്യാബിനാണ്, അതിൽ ഹൈ റൂഫും ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് ഫ്ലാറ്റ് റൂഫായിട്ടുള്ള സ്ലീപ്പർ ക്യാബിനാണ്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ടൈമിലും പല രീതിയിലും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഡിസൈനാണ് ഭാരത് ബെൻസിലുള്ള. സാധാരണ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ കാണാത്ത ഒരു തരംഗമായിരുന്നു ഭാരത് ബെൻസ് കൊണ്ടുവന്നത്. തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഫേസ് അല്ല ഇപ്പോൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു ഗ്രില്ലാണ്. ആ ഒരു ഗ്രില്ലിൻ്റെ സൈഡിലും എയർ വെൻസ് വന്നു. ഈ ഹെഡ്ലൈറ്റ്സ് ആണ് ബമ്പറിൽ വന്നിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിലാണെങ്കിലും ഒരു ക്ലിയർ ലെൻസ് കാണാം. ഹൈ പെർഫോമൻസ് ലൈറ്റാണ്. അതിൻ്റെ ചുറ്റും നമുക്ക് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് LED വന്നിട്ടുണ്ട്. ഗ്രില്ലും വളരെ സ്മൈലി ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ്. പലപ്പോഴും പല ട്രക്കിലും നമ്മുടെ മെർസിഡീസിൻ്റെ തന്നെ ലോഗോ വെക്കുന്ന കാണാൻ പറ്റും. അത് ഈ എക്സോറിൽ വന്നിരിക്കുന്ന ആ ലോഗോ ആണ് പലപ്പോഴും ഇവിടെ ഗ്രില്ലിൽ വെക്കാറുള്ളത്. എനിവേ ഇത് ഒരു ഭാരത് ബെൻസിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. ബെൻസിൻ്റെ ട്രക്ക് ഡിവിഷൻ്റെ ഡിസൈൻ ഹെഡ് ഉണ്ട്. പുള്ളി എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ പുള്ളി അന്ന് ഞാൻ ഒരിക്കൽ ഡസൽഡോഫിലൊരു ഡ്രൈവിന് പോയ സമയത്തായിരുന്നു ഫസ്റ്റ് എനിക്ക് ഒരു ഭാരത് ബെൻസിൻ്റെ ഫേസ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ പുള്ളി എനിക്ക് കാണിച്ചു തന്നൊരു സ്കെച്ച്. അത് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പറ്റുവാണെങ്കിൽ അതിൻ്റെ വിഷ്വൽ ഞാൻ കാണിക്കാം. എവിടെ നിന്നുള്ള തപ്പി എടുക്കേണ്ടതുണ്ട്. എനിവേ ഈ ഒരു ഫേസിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സാധാരണ ഈ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഞാൻ പറഞ്ഞു ട്രക്കിംഗ് റെവല്യൂഷൻ കൊണ്ടുവന്നത് ഭാരത് ബെൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റെപ്പ് എടുത്തതിൽ ഒരു പ്രോമിനൻസ് ശരിക്കും നിൽക്കുന്നൊരു ഡിസൈനാണ് ഭാരത് ബെൻസിൻ്റെ ക്യാബിന് എന്തായാലും ഉള്ളത്. മറ്റൊരു ആസ്പെക്റ്റിൽ ഇതിലെ ഒരു പ്രാക്ടിക്കൽ എലിമെൻറ്റ്സ് ആണ്. കുറേ പ്രാക്ടിക്കൽ എലിമെൻറ്റ് അതിലൊന്നും നമ്മൾ സാധാരണ കാണുന്ന ഇവിടെ കയറി നിന്നിട്ട് ഗ്ലാസ് ഉടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് ഉണ്ട്. ഇതിൻ്റെ ഈ ഹോൾഡെല്ലാം തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫീല് നമ്മൾ പിടിക്കുമ്പോൾ ചെറിയൊരു ടെൻഡർ ഫീലൊന്നും കിട്ടുന്നില്ല. ശരിക്കും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലുണ്ട്. അതും ഒരു എലമെൻ്റാണ്. ഇനി സൈഡ് പ്രൊഫൈൽ എങ്ങനെയുണ്ട് നോക്കാം. സൈഡ് പ്രൊഫൈലൊക്കെ വരുമ്പോഴും ഒരു ഡിസൈൻ ചെയ്ത ഒരു രീതിയിലുള്ള ക്യാബിൻ ഫീൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടൊരു ഫിനിഷ് ചെയ്ത പോലെയല്ല. ശരിക്കും വെൽ ഡിസൈൻഡ് ആയിട്ടുള്ളൊരു ക്യാബിന് കാണാൻ പറ്റും. ഡോസ് ആണെങ്കിലും നമുക്ക് വളരെ ഹാൻഡി ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കയറി വന്നു, ഇവിടുന്ന് കട്ടിങ് വന്നു. അത് ആക്സോറിൽ ഇങ്ങനെ കയറി നിൽക്കുന്നൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ തടിച്ചൊരു വീലാർച്ച് വരുന്നുണ്ട്. സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാവുന്ന സ്റ്റെപ്പാണ്.
പിന്നെ വീൽ ആർച്ച് എല്ലാം തന്നെ ഫൈബർ ആണെങ്കിലും നല്ല സ്ട്രോങ് എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഈവൻ സ്റ്റെയറിംഗ് റോഡും മറ്റുള്ള എലമെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇത് മൾട്ടി സ്റ്റെയറിംഗ് ആണ്, മൾട്ടി സ്റ്റെയർ ചെയ്യുന്ന ആക്സിൽസാണ്. ഫ്രണ്ടിലും ഈ ഒരു ഫസ്റ്റ് ആക്സിലും സെക്കൻഡ് ആക്സിലും 2 സ്റ്റെയർ ചെയ്യും. അപ്പോൾ അതിനുള്ള 2 സ്റ്റെയറിംഗ് റോഡ്സ് നമുക്ക് കാണുന്നു. ഫ്രണ്ടിൽ കണക്ട് ചെയ്യുന്നു, ഒന്ന് സെക്കൻഡിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിന് വരുന്ന അതിൻ്റെ ലീഫ് ആക്ഷൻസും എല്ലാം തന്നെ ഇവിടെ അതിനുള്ള രീതിയിലുള്ള എലമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഓരോ ടയറും കയറി ഇറങ്ങുമ്പോഴും പലപ്പോഴും ബാലൻസ് തെറ്റുമ്പോൾ എല്ലാം തന്നെ സ്റ്റിയറിംഗ് ചെയ്യുന്നത് പലപ്പോഴും മിസ്റ്റേക്സ് വരും. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ശരിയാവില്ല. അപ്പോൾ അതിനുള്ള കൺട്രോൾ ചെയ്യാനുള്ള എലമെൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സ്റ്റെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും ഫ്രണ്ടിലെ സ്റ്റെയറിംഗ് കൂടുതലും റെയറിൽ കുറച്ച് കുറഞ്ഞിട്ടാണ് സ്റ്റെയർ ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് കറക്റ്റ് ടേൺ ചെയ്തെടുക്കാൻ പറ്റുക. ഇത്രയും ലെങ്ത്തുള്ള വണ്ടി ആയതുകൊണ്ടും ലോഡ് ബെയർ ചെയ്യാനും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്സിൽ രൂപം കൊടുക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പം ഇത്രയും ലോഡിൻ്റെ ഒരു ഭാഗം ഇവിടെ ഈ ഒരു ആക്സിലും കൂടി എടുക്കും. പെർ ആക്സിലാണ് സാധാരണ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അത് സാധാരണ ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ വരാറില്ല. ലോഡ് കൂടുമ്പോൾ ആക്സിൽ കൂടണം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ നിയമം. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഫോളോ ചെയ്ത് വരുന്നത്. ഈ ഫ്രണ്ട് 2 ആക്സിൽ കഴിഞ്ഞാലുള്ള സ്പേസിൽ ശരിക്കും നല്ല രീതിയിൽ സ്പേസ് മാനേജ്മെൻറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കും ഡീസൽ ടാങ്കും വരുന്നുണ്ട്. ഡീസൽ ടാങ്കിൻ്റെ പ്രത്യേകത ഇപ്പോഴും ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ ടാങ്കാണുള്ളത്. പല ബ്രാൻഡ്സും ഇപ്പോൾ ഫൈബർ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കവർ ചെയ്തിട്ടുള്ള രീതിയിൽ പ്രൊട്ടക്ഷനീവ് ആയിട്ടുള്ള 2 ബാറും കാണാം. അത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ 3 ആക്സിലും കൂടെ റെയറിൽ വരുന്നുണ്ട്. അതിൽ ഇതൊരു ഡെഡ് ആക്സിൽ തന്നെയാണ്. കാരണം ഇതിൽ ഡ്രൈവ് വരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്നത് ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്സിലാണ്. ഇത് ലോഡ് വരുമ്പോൾ താഴ്ന്ന് നിൽക്കും ഓട്ടോമാറ്റിക്കലി. അത് പൊക്കി വെക്കണേ നമ്മൾ ബട്ടൺ ഉണ്ട്. അതല്ലെങ്കിൽ പൊക്കി വെക്കാനും പറ്റും. വണ്ടി ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും തന്നെ ലോഡ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പൊക്കി വെക്കാം. പിന്നെ വന്നിരിക്കുന്ന ഡ്രൈവ് ആക്സിലേക്കാണ് ഫുൾ എഞ്ചിൻ്റെ പവർ ഗിയർ ബോക്സിൽ ത്രൂ ഷാഫ്റ്റിലൂടെ വന്നിട്ട് ഡിഫറൻഷ്യലോടുകൂടി വരുന്നത്. ഇത് ഡ്രൈവ് ആക്സിൽ എന്ന് പറയും. ഇതിൽ ആകെ ഇത് വന്നിരിക്കുന്ന 5 ആക്സിലുണ്ട്. 10 ആണ്. 10/2 എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ്. 10/4ഉം 10/6ഉം 10/8 എല്ലാം വരാറുണ്ട് പുറത്തെല്ലാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഇതാണ്. ടിപ്പറിലെല്ലാകുമ്പോൾ വീണ്ടും ഡ്രൈവ് ആക്സിലുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ലോഡ് കൂടുതൽ എടുക്കാൻ പറ്റും. ഇതും ഡെഡ് ആക്സിലാണ്. പക്ഷേ ഇത് 2 ടയർ വരുന്ന രീതിയിലുള്ള ആക്സിലാണ്. പിന്നെ വന്നിരിക്കുന്ന ഓവർഹാങ്ങിൻ്റെ ഭാഗത്ത് ടൂൾ ബോക്സെല്ലാം വന്നിട്ട് നീറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോഡി കസ്റ്റം ബിൽഡാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ ബോഡിയാണ്. സാധാരണ കണ്ടെയ്നർ ബോഡി പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇത് കസ്റ്റം ബിൽഡ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രക്കിനെ അട്രാക്ട് ചെയ്തത്. മുമ്പ് തന്നെ ഞാൻ വയനാട് എപ്പം പോകുമ്പം താമരശ്ശേരി കൊടുവള്ളി ഭാഗത്ത് ഈ വണ്ടി ട്രക്ക് ചെയ്ത് നിർത്തിയിരുന്ന് കാണാറുണ്ട്. ഇത് സെയിം അല്ല, ഇവരുടെ ട്രക്കുകൾ. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ബ്രാൻഡിങ്, അജ്മി ഫുഡ് പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡിങ് ആണ് എന്നെ അന്ന് അട്രാക്ട് ചെയ്ത കാര്യം. നമ്മൾ പുറമേ ഉള്ള ട്രക്കുകളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഏറ്റവും അധികം നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ബ്രാൻഡ് ചെയ്തിട്ടാണ് ട്രക്കുകൾ വരാറുള്ളത്. ആ ഒരു ട്രക്കിംഗ് ബ്രാൻഡിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അജ്മിയുടെ തന്നെ ഒരു സാരഥിയായിട്ടുള്ള ആളോട് നമുക്ക് സംസാരിക്കാം. പുള്ളി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഒരു ട്രക്കിൻ്റെ മേലെ ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അത് വളരെ യുണീക്കായിട്ട് നിങ്ങൾ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവന്നു. എന്തായിരുന്നു അതിലും പിന്നിലെ പ്രചോദനം? വണ്ടി ബ്രാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ നമ്മൾ കേരള കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ബേസ് ചെയ്ത് നമ്മൾ പുറത്തുള്ള ഒരു ടെക്നോളജിയാണിത്. ഇന്ത്യയിൽ ആരും പരീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് വണ്ടി ഫുള്ള് കവർ ചെയ്തിട്ടൊരു സ്പെഷ്യാലിറ്റി ആക്കി. വണ്ടിനെ തന്നെ നിങ്ങൾ മാർക്കറ്റിംഗ് ടൂൾ ആക്കി. അതെ. ഓക്കെ. വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചിരിക്കുന്ന ഭാരത് ബെൻസിന്റെ ട്രക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫ്ലീറ്റ് ഇപ്പം 70ഓളം വണ്ടികളുണ്ട്. അപ്പോൾ ഏതപ്പം പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്? ഏതൊക്കെ വണ്ടികളാണ് ഉള്ളത്? ഇപ്പോൾ ഭാരത് ബെൻസ് തന്നെയാണ് മെയിനായിട്ടും 40 വീലിന്റെ വണ്ടികളാണ് നമ്മൾ മെയിനായിട്ട് ബ്രാൻഡ് ചെയ്തത്. ഓക്കെ. അത് എന്തുകൊണ്ടാണ് ഭാരത് ബെൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ളത്? അത് ഡ്രൈവർ കംഫോർട്ട്, ബാക്കിയുള്ള ബേസിൽ എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണ്. മൈലേജ് ആണെങ്കിലും ബാക്കി ടണ്ണേജ് ആണെങ്കിലും ഇതിലൊക്കെ നല്ലൊരു സംഭവം തന്നെയുണ്ട്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഇപ്പോൾ അജ്മീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അജ്മി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഫുഡ് പ്രോഡക്ട്സിൽ ഇപ്പം നിങ്ങളൊരു യുണീക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു. അതിൽ നിങ്ങൾ മുൻപന്തിൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു സക്സസ് മന്ത്ര എന്താണ്? ക്വാളിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ പർച്ചേസ് മുതൽ അതിൻ്റെ എല്ലാ ഏരിയയിലും നമ്മുടെ ഒരു കണ്ണ് തന്നെ ഉണ്ടെന്ന് പറയാം. അതാണ് കസ്റ്റമർ തിരഞ്ഞെടുത്തതും അജ്മി ഒരു ഹിറ്റായതും. അപ്പോൾ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു പുട്ട് വരിപ്പൊടിൻ്റെ പുറമെ കറി പൗഡേഴ്സും ഉണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള ലൈനപ്പ് പ്രോഡക്ട്സിൻ്റെ? ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കറി പൗഡർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ വെറൈറ്റീസും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഈ ട്രക്ക് ഇപ്പം നമ്മൾ ത്രൂ ഔട്ട് കേരള പോകുന്നുണ്ട്. കേരളത്തിൽ പുറത്തും പോകുന്നുണ്ട്. ഇപ്പോൾ കർണാടകത്തിൽ പോകുന്നുണ്ട്, ബോംബെ പോകുന്നുണ്ട്, ബോംബെ വരെ പോകുന്നുണ്ട്. അപ്പം അത്രയും ആഡ് പോകുന്നുണ്ടല്ലേ? അതെ. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ? അപ്പോൾ നമുക്ക് കണ്ടെയ്നർ വേണ്ടിയല്ലേ? ഓക്കെ. ഇനി പേഴ്സണലായിട്ട് കുറച്ച് കാര്യം ചോദിക്കാം. ഇപ്പം വണ്ടി ഭ്രാന്തനാണെന്ന് എനിക്കറിയാം. റീസെൻ്റ്ലി ഒരു മിനി എടുത്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് മിനി? അടിപൊളിയാണ്. ഡ്രൈവിംഗ് ക്രൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ ലോങ് എല്ലാം പോയിട്ടുണ്ട്.
അത്യാവശ്യം. ഓക്കെ. അപ്പോൾ മിനി അല്ലാതെ ഏത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്? മിനി അല്ലാതെ ബെൻസ് ഉണ്ട്, GLA ഓടിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഏതാ ഫ്യൂച്ചർ അല്ലെ ഡ്രീം കാർ എന്ന് പറയാം? ഡ്രീം കാർ കള്ളിനൻ ഉണ്ടല്ലോ നമ്മുടെ. വാവ്, അൾട്ടിമേറ്റ് അല്ലേ? അപ്പോൾ SUV ആണ്. ഓക്കെ. നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പോർട്ടിൽ വരുമ്പം അവിടുത്തെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെ ലോജിസ്റ്റിക് സിസ്റ്റം ഇവിടുത്തെ തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ ഫുള്ളി സിസ്റ്റമാറ്റിക് ആണല്ലോ. അപ്പോൾ അതിന് തന്നെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ബോഡി ബിൽഡിംഗ് ഈ വണ്ടി ഇങ്ങനെ ഇറക്കിയത്. വെരി ഗുഡ്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. അതെ. അപ്പോൾ ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് പല സ്റ്റെപ്പും കാണാം. അതെ ഷുവർ. ഓക്കെ. സോ ഇപ്പം ഒരു 25 വർഷമായല്ലോ അജ്മി സ്ഥാപനം അല്ലേ? അതെ. തുടങ്ങിയത് ഫാദറാണ്. ഫാദറുടെ പേര് അബ്ദുൽ ഖാദർ. പിന്നെ 2 ബ്രദേഴ്സ് കൂടി ഉണ്ടല്ലോ? 2 ബ്രദേഴ്സ്. ഓക്കെ. അപ്പോൾ മൂത്തയാളുടെ പേര് ഫൈസൽ, അഫ്സൽ, റാഷിദ്. ഈ 3 ത്രിമൂർത്തികളാണ് ഇപ്പോൾ ഇത് റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു യങ് ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു സ്ഥാപനം എന്നുള്ളൊരു കാര്യം കൂടെ ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ടെയ്നറിനുള്ളിൽ, അതായത് ലോഡ് ബോർഡിൻ്റെ ഉള്ളിലാണ്. സ്റ്റീലിൻ്റെ ബോഡിയാണ്, നല്ല സ്ട്രോങ് എലമെൻ്റ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള കപ്പാസിറ്റി പറഞ്ഞത് ഏകദേശം 30 ടണ്ണാണ്. 30 ടണ്ണ് കയറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അതായത് സൈസ് മാത്രമല്ല, അതിൻ്റെ കപ്പാസിറ്റിയാണ് മെയിൻലി കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 30 ടണ്ണ് പ്ലസ് ഞാൻ പറഞ്ഞ 12 ടണ്ണ് കൂടെ കയറുമ്പോഴാണ് 42 ടണ്ണ് മൊത്തത്തിലുള്ള VW8 വരുന്നത്. പിന്നെ 2 സൈഡ് ഡോർ ഇവിടെ കാണാം. പിന്നെ ബാക്കിലുള്ള മെയിൻ ഡോർ ഉള്ളത്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട്. ഞാൻ ഇറങ്ങട്ടെ.